ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പാലുകാച്ചിപ്പാറയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ പാലുകാച്ചിപ്പാറയുടെ താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് മുകളിലേക്ക് ട്രക്ക് ചെയ്യണം. അപ്പോൾ വണ്ടി ഞാൻ ഈ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ വണ്ടിയെല്ലാം ഒതുക്കി പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിനടുത്ത് ശിവപുരം മാലൂരാണ് പാലുകാച്ചിപ്പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാലൂർ ഗ്രാമപഞ്ചായത്തിലാണ് പാലുകാച്ചിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പാലുകാച്ചിപ്പാറയിലേക്ക് വരാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന് നമ്മൾ ഈ കയറിപ്പോകുന്ന വഴിയാണ്. ഇത് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഈ വഴി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് മട്ടന്നൂരിൽ നിന്ന് ശിവപുരം ടൗണിലെത്തിക്കഴിഞ്ഞാൽ നേരെ തില്ലങ്കേരി റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പടുപാറയിൽ നിന്നും മൈക്രോ ടവർ വഴി പാലുകാച്ചിപ്പാറയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആയിട്ടുണ്ടെങ്കിൽ ആ വഴി വരുന്നതാണ് നല്ലത്. അപ്പോൾ കണ്ണൂരിൽ നിന്നും 34 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്ന് 28 കിലോമീറ്ററും മട്ടന്നൂരിൽ നിന്ന് 8 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. പഴശ്ശിയുടെ ഒളിപ്പേർ യുദ്ധങ്ങളിലൂടെ പ്രശസ്തമായ പുരളിമലയുടെ ഭാഗമായ ഇവിടം സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ വേണം പാലുകാച്ചിപ്പാറയുടെ വ്യൂ പോയിന്റിലെത്താൻ കേട്ടോ. അല്പം സാഹസികതയും അതുപോലെ തന്നെ ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ മലകൾ കയറിയതിന് ശേഷം വലിയ മലകൾ കയറുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ മലകൾ കയറി വരുമ്പം തന്നെ നമുക്ക് ഇരിക്കാൻ ഇതുപോലുള്ള പാറകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ രാവിലെ എത്തുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളായിരിക്കും കാണാൻ കഴിയുക. അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു കയറ്റം കയറാനും കഴിയും. വേല് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും രാവിലെ വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരവും വരാം കേട്ടോ. പിന്നെ ചെകുത്തായ വലുതും ചെറുതുമായ കയറ്റം കയറിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്താൻ കേട്ടോ. ഇനി ഇവിടുന്ന് ചെറിയൊരു കയറ്റമാണ് കേട്ടോ. വലുതും ചെറുതുമായ വലിയ പാറകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കാണുന്ന വലിയ പാറക്കെട്ടുകൾ ഇവിടെ വരുന്ന സന്ദർശകർക്ക് വിസ്മയ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് മുകളിലേക്ക് കയറിയാലും മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ച കാണാം. അപ്പം നടന്നിട്ട് ഏകദേശം പകുതിക്ക് എത്തുമ്പം തന്നെ നമുക്ക് നല്ല കാഴ്ച കാണും കേട്ടോ. ദൂരം വഴിക്ക് കോടമഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ 1-2 പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപൂർവ ഇനം പക്ഷികളും പരിചിതമല്ലാത്ത സസ്യങ്ങളുമൊക്കെ ഈ മലമുകളിലുണ്ട്. കണ്ണൂരിലെ ഒട്ടുമിക്ക ഹിൽ സ്റ്റേഷനും മീശപ്പുലിമല എന്ന പേരും കൂടി ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ണൂരിലെ മീശപ്പുലിമല എന്ന പേര് പാലുകാച്ചിപ്പാറയ്ക്ക് ഉണ്ട് കേട്ടോ. മൂടൽ മഞ്ഞിനെ തട്ടിമാറ്റി സൂര്യൻ ഉദിച്ചുയരുന്ന ഇവിടുത്തെ പ്രഭാത കാഴ്ച കാണാനാണ് സഞ്ചാരികൾ അധികവും ഇവിടെ എത്തുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ പാറക്കെട്ടുകളൊക്കെ കടന്നിട്ട് ഏകദേശം ടോപ്പിൽ എത്താനായി കേട്ടോ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കോടമഞ്ഞൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ എന്ത് രസമാണെന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഒന്ന് ക്യാമറ വായിച്ചു നോക്കിയേ, എന്താണെന്നറിയാം, പൊളിയാന്ന്. അപ്പോൾ ഇവിടെ വരുന്നവരായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നേരെ പുരളിമല വ്യൂ പോയിൻ്റ് കൂടി കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ കണ്ണൂരുള്ളവർക്ക് 1 ഡേ ട്രിപ്പായിട്ട് വരാൻ പറ്റിയ ഈ ഒരു 2 സ്പോട്ടുണ്ട്. അതുപോലെ തന്നെ പാലുകാച്ചി മലയും ഉണ്ട് കേട്ടോ. അത് കൊട്ടിയൂരങ്ങാന്ന് വരുന്നത്. എന്തായാലും ഇത് 3ഉം നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ പാലുകാച്ചിയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ ഒരു വലിയ പാറക്കെട്ട് തന്നെയാണ് ഇവിടെയുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നിലൊരു മരമുണ്ട് കേട്ടോ.
എല്ലാവരും ഇൻസ്റ്റയിലൊക്കെ മെയിനായിട്ട് നിൽക്കുന്ന ഒരു മരമാണ് നമ്മൾ ഈ കാണുന്നത്, ഈ മുന്നിലുള്ള. ഇവിടുന്നാണ് ഇവിടെ വരുന്ന എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ കാണുന്ന ഈ ഒരു മരത്തിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. എന്നാലും കാണാൻ നല്ല രസമാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിന്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ കുറേ പിള്ളേരുടെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് കണ്ടിന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ കുറച്ച് പേരൊക്കെ ഈ ഒരു മലയുടെ കാഴ്ച ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് ഡിസംബർ ടു മെയ് മാസം വരെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പാർക്കൊക്കെ നല്ല വഴുക്കുണ്ട്. അപ്പോൾ ഫാമിലി എല്ലാമായിട്ട് വരുന്നവരും കുട്ടികളെല്ലാം കൂട്ടി വരുന്നവരായിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം. ഈ സ്ഥലത്തിന് പാലുകാച്ചിപ്പാറ എന്ന പേര് വന്നതിന് പിന്നിൽ നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഹൈന്ദവ ത്രിമൂർത്തികളായ ശിവനും പാർവതിയും കൂടി ഈ പാറയിൽ വെച്ച് പാല് തിളപ്പിച്ചു എന്നും അത് തിളച്ചു മറിഞ്ഞ് ഈ പാറയിലൂടെ ഒഴുകിയെന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പാറയ്ക്ക് പാലുകാച്ചിപ്പാറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാലുകാച്ചി മലയിലേക്ക് വണ്ടിയെടുത്ത് വരുന്നത് ഇവിടത്തം വരെയാണ് കേട്ടോ. ഇപ്പോൾ ശിവപുരത്ത് എത്തിക്കഴിഞ്ഞാൽ തില്ലങ്കേരി റോട്ടിന് വന്നു കഴിഞ്ഞാൽ മൈക്രോ ടവർ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടത്തം വരെയാണ് വണ്ടി വരിക. ഇവിടുന്ന് നമ്മൾ കുറച്ച് ദൂരം മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ പാലുകാച്ചിപ്പാറയുടെ മുകളിലെത്താം. അപ്പോൾ ഈ ഒരു ടവറിൻ്റെ താഴെയാണ് നമുക്ക് വണ്ടിയെടുത്ത് വന്നാൽ എത്തുന്നത്. പിന്നീട് ഈ ടവറിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഈ പാറയുടെ താഴെയുള്ള ഭാഗമാണ്. ഈ പാറയുടെ താഴെ ഭാഗത്തൂട്ട നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ആ വലിയ മരത്തിൻ്റെ താഴെ എത്താൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഇതിലൂട്ട വന്നത് മഴക്കാലമായതുകൊണ്ട് അപ്പുറത്തെ ആ ഒരു സൈഡ് മുഴുവനും നല്ല വഴുക്കുള്ള സ്ഥലമായതുകൊണ്ടാണ് ഈ താഴെ ഭാഗത്തൂട്ട വന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വലിയ പാറയില്ല, നമ്മൾ മുകളിലേക്ക് കയറിയ പാറേൻ്റെ സൈഡിലൂട്ട നമുക്ക് ഈ താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കണ്ട മരാന്ന് കേട്ടോ ഈ കാണുന്നത്, ഈ പാറേൻ്റെ സൈഡിലൂടെ കാണുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നതാണ് മട്ടന്നൂർ എയർപോർട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിട്ടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.